പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയും. എത്ര വലിയ പ്രതികൂല സാഹചര്യമുണ്ടായാലും അവൻ ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ വെളിപ്പെടുത്തുന്ന ഒരു ആത്മീക സന്ദേശമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. സാഹചര്യങ്ങൾ ആനന്ദിക്കാൻ പറ്റിയ സാഹചര്യമല്ല, പക്ഷേ എനിക്ക് ദൈവത്തിൽ പ്രത്യാശയുള്ളത് കൊണ്ട് ഞാൻ ആനന്ദിക്കുമെന്നൊരു ആത്മീക ആശയമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. മുകളിലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 17-ാമത്തെ വാക്യം, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളി അനുഭവം ഉണ്ടാക്കയില്ല, ഒലിവിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നാലികൾ ഉണ്ടാകുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. കേട്ടോ, അവിടെ എഴുതിയിരിക്കുകയാണ്, അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും, മുന്തിരിവള്ളി ഫലം തന്നില്ലെങ്കിലും, ഒലിവ് ഫലം തന്നില്ലെങ്കിലും, ഗോശാലകൾ ശൂന്യമായി പോയാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അതിന്റെ കാരണം എന്താണെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. കണ്ടോ, ഓരോ ദൈവമക്കളും മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. എത്ര വലിയ പ്രതികൂല സാഹചര്യം അവർക്ക് മുമ്പിൽ വന്നാലും, ശൂന്യതകൾ വന്നാലും, പച്ചിപ്പ് നഷ്ടപ്പെട്ടാലും, പരാജയം വന്നാലും അവര് പറയുന്നൊരു കാര്യമുണ്ട്, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. ഇനി അടുത്തത് അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. ശ്രദ്ധിച്ച് അവൻ എൻ്റെ കാലുകളെ പേടമാൻ കാലുപോലെ ആക്കുന്നു, ഉന്നതങ്ങളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഇവിടെ ശൂന്യാവസ്ഥ മുമ്പിൽ നിന്നാലും ഭക്തൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. ദൈവം എൻ്റെ ബലമാണ്. എന്നിട്ട് പറയുക, അവൻ എൻ്റെ കാലുകളെ പേടമാൻ കാലുപോലെ ആക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ മാൻപേടകൾക്ക് തുല്യമാക്കി മാറ്റും. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ദേശത്തിന്റെ ഉന്നതകളിൽ എന്നെ നടക്കുമാറാക്കും. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? സാഹചര്യം പറയുക നിന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പോഴും ക്രിസ്തുവിൽ പ്രത്യാശയുള്ള, ദൈവത്തിൽ ഉറപ്പുള്ള, ദൈവത്തിൽ ധൈര്യമുള്ള ഒരു ദൈവ പൈതൽ പറയും, ദൈവത്തിന് സ്തോത്രം, ഞാൻ യഹോവയിൽ ആനന്ദിക്കും. നിന്റെ കുടുംബത്തിലെ ആനന്ദം, നിന്റെ ലൈഫിലെ ആനന്ദം ആരും അപഹരിക്കാൻ അനുവദിക്കാതെ നിന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെ വിശ്വാസത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണമേ കർത്താവേ. സാഹചര്യങ്ങൾ പ്രതിബന്ധമാണെങ്കിലും ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം കൃപ തരണം. ദേശത്തിന്റെ ഉന്നതങ്ങളിന്മേൽ ഞങ്ങളെ നടത്താൻ കഴിവുള്ളവന്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നിന്റെ ദേശത്തിന്റെ ഉന്നതങ്ങളിൽ ദൈവം നടക്കുമാറാക്കും. God bless you.